നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏറെ നാളുകൾക്ക് ശേഷം പുറത്തിറങ്ങിയ ഒരു ദിലീപ് ചിത്രത്തിന്റെ വിശേഷമാണ്. സിനിമയുടെ പേര് ദ പ്രിൻസ് ആൻഡ് ദ ഫാമിലി. 2 മണിക്കൂർ 14 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ. ലിസ്റ്റിൻ സ്റ്റീഫനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ബിൻഡോ സ്റ്റീഫനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഷാരിസ് മുഹമ്മദാണ് സിനിമ എഴുതിയിരിക്കുന്നത്. ജനഗണമനൊക്കെ എഴുതിയ ഷാരിസ് മുഹമ്മദാണ്. ദിലീപിനൊപ്പം തന്നെ ഒരു വലിയ താരനിര തന്നെയുണ്ട്. ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ ബിന്ദു പണിക്കർ, സിദ്ദിഖ്, ജോണി ആന്റണി, ജോസ് കുട്ടി, ജേക്കബ്, പിന്നെ ആരാണ് നമ്മുടെ എന്ന് വേണ്ട ഒരു വലിയ മഞ്ജുപിള്ള എന്ന് വേണ്ട ഒരുപാട് ഒരു പറ്റം വലിയ താരനിര തന്നെയുണ്ട്. 2 മണിക്കൂർ 14 മിനിറ്റുള്ള സിനിമ ഞാൻ പറഞ്ഞു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് പവി ആൻഡ് ദ കെയർ അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെയുള്ളൊരു സിനിമയൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് തുടക്കത്തിലൊക്കെ ആ സിനിമ ഭയങ്കര ചളിയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി വ്യത്യസ്തമായ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സിനിമയിൽ ദിലീപ് പ്രോപ്പറായിട്ട്, അതായത് എന്താണ്, ഒരു മീറ്റർ പോലും ചളി അല്ലെങ്കിൽ കോമഡി ആ ഒരു മീറ്റർ ഒരപ്പുറത്തേക്ക് ഒട്ടും പോകാണ്ട് വളരെ തന്മയത്വമായിട്ട് കോമഡിയുടെ ഒക്കെ ഒരു മീറ്റർ പ്രോപ്പറായിട്ട് ചെയ്ത്, അതായത് പഴയകാല സിനിമകൾ, ദിലീപിന്റെ പഴയകാല സിനിമകളുടെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ തോന്നിയത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെസ്സേജും കൊടുക്കുന്ന സിനിമയാണ്. സിനിമ തുടങ്ങി നോർമൽ ഇതിന്റെ ത്രെഡും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ദിലീപ് ഒരു കുടുംബസ്ഥനാണ്. കുടുംബസ്ഥനാണെന്ന സെൻസ് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അനിയന്മാരൊക്കെ കല്യാണം കഴിക്കുന്നു. ഇയാളിങ്ങനെ ബാച്ചലറായി തുടരുന്നു. അപ്പോൾ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുറെ കാര്യങ്ങളും അതൊക്കെയാണ് സിനിമയുടെ ഒരു ടോട്ടൽ ഔട്ട്ലൈൻ. പക്ഷെ വളരെ മനോഹരമായിട്ട് ദിലീപിനെ അത് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. ഒട്ടും ചളമാക്കാണ്ട് കറക്റ്റ് മീറ്ററിൽ കോമഡിയൊക്കെ വളരെ നാച്ചുറലായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ പണ്ട് ഹലോയിലൊക്കെ അശോകൻ അഭിനയിച്ച സാബു എവിടെ എന്നൊക്കെ ചോദിക്കണ പോലത്തെ സാബു എന്ന് പറയുന്ന ഒരു എപ്പിക് ആയിട്ടുള്ളൊരു കോമഡി സീനില്ല, അതുപോലത്തെ ഒരു കിടിലൻ കോമഡി സീൻ ഇതിനകത്തുണ്ട്. അതെനിക്ക് ഭയങ്കര കിടിലമായിട്ട് തോന്നി. ഒരു പർട്ടിക്കുലർ സീൻ നല്ല രസമായിട്ട് ചെയ്ത പോലെ, അല്ലെങ്കിൽ അത് സെറ്റാക്കി എടുത്ത പോലെ എനിക്ക് തോന്നി. അത് മാത്രമല്ല, ഫസ്റ്റ് ഹാഫ് കുറേ ചിരിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ട്. ധ്യാനിന് അങ്ങനെ ഭയങ്കര പെർഫോമൻസ് തോന്നിയില്ല. പക്ഷേ എനിക്ക് ദിലീപിന്റെ പെർഫോമൻസ്, മഞ്ജുപിള്ളയുടെ പെർഫോമൻസ്, സിദ്ദിഖ് ഒരു രക്ഷയില്ലായിരുന്നു. സിദ്ദിഖ് എത്ര മനോഹരമായിട്ടാണ് ഒരുപാട് ഡയലോഗ്സ് ഒന്നും ഈ സിനിമയിലില്ല. പക്ഷെ സിദ്ദിഖിന്റെ ആ ഒരു ആക്ടിങ് സ്കിൽ, അല്ലെങ്കിൽ കുറേ മാനറിസം കൊണ്ട് നമ്മൾ ചിരിപ്പിച്ച് കാണരുത്. അതുപോലെ ആ സിനിമ തുടങ്ങി കുറെ കഴിയുമ്പോൾ നമ്മൾ ആ സിനിമയിലേക്ക് ഇന്നാക്കും. ആ രീതിയിൽ അത് എടുത്തിരിക്കുന്നതും വളരെ മനോഹരമായ ഒരു ഫാമിലി മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നായികയുടെ എൻട്രി ഉണ്ട്. നായികയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഒരു പുതുമുഖ നായികയാണെന്ന് തോന്നാത്ത രീതിയിൽ എന്ത് കിടിലമായിട്ടാണ് ആ നായിക ആ റോൾ ചെയ്തതെന്ന് ഞാൻ ആലോചിച്ചു. അവരുടെ ആ ഒരു ക്യാരക്ടറിൽ, ആ നായികയുടെ ക്യാരക്ടറിൽ എല്ലാവിധ പരിപാടികളും ചെയ്യേണ്ടി വരും. അതായത് അതിനകത്ത് എല്ലാം സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, കോമഡി ഉണ്ട്, എല്ലാ സംഭവങ്ങളും ചെയ്യേണ്ടി വരും. അവർ കിടിലമായിട്ട് ആ സംഭവം ചെയ്ത് ഞാൻ ഒരു വാവ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് അവരുടെ എൻട്രി മുതൽ കുറേ കഴിഞ്ഞപ്പോൾ ചിഞ്ചു റാണി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് അവർ ചെയ്തത്. വളരെ സൂപ്പറായിരുന്നു അവരുടെ പെർഫോമൻസ്. ഇടിവെട്ട് ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ ഒരു എപ്പിക് കോമഡി സീനില്ലേ, അതിനകത്ത് അഭിനയിച്ച ഒരു നായികയുടെ അമ്മ കഥാപാത്രങ്ങളൊക്കെ, ജെസ്സി എന്ന് പറഞ്ഞ കഥാപാത്രം, അവരുടെ ഞാനീ പറഞ്ഞ എപ്പിക് സീനിൽ അവരുടെ കോമഡി, അവരുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ എന്ന് പറഞ്ഞാൽ അപാരമായിരുന്നു. പറയാണ്ടിരിക്കാൻ പറ്റില്ല. ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ വേറൊരു രീതിയിലേക്ക് പോകുന്നതാണ്. എന്നിട്ട് സിനിമ ഡൗൺ ആവുന്നില്ല. ഒരു പർട്ടിക്കുലർ ടൈമിൽ സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ലേശം ഡൗൺ ആവുന്നുണ്ട്. അവസാനം ഒരു ചെറിയ മെസ്സേജോടുകൂടി ഈ സിനിമ അവസാനിപ്പിക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനിൽ ഉർവശിയും ഈ സിനിമയിൽ എത്തുന്നുണ്ട്. അവസാനം ദിലീപിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അത് കിടിലമായിരുന്നു. എന്ത് നാച്ചുറലായിട്ടാണ് ദിലീപ് അഭിനയിച്ച, ശരിക്കും കൈയടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു കിടിലം പെർഫോമൻസ്. നമുക്ക് സങ്കടം വരും. അങ്ങനെ അഭിനയിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സാധനമല്ല. അതായത് ദിലീപ് ചുമ്മാ സംസാരിക്കാൻ തോന്നുന്നു. അതായത് ദിലീപ് ആക്ച്വലി ജീവിതത്തിൽ നമ്മൾ ആക്ട് ചെയ്യാന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു കിടിലം പെർഫോമൻസ്. ഈ അടുത്ത നാളിലൊന്നും ഇത്രയും തന്മയത്വത്തോടെ ദിലീപ് അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് വളരെ മനോഹരമായിട്ട് എടുത്താണെന്ന് തോന്നി. തീർച്ചയായിട്ടും ദ പ്രിൻസ് ആൻഡ് ദ ഫാമിലി തിയേറ്ററിൽ വിജയിക്കേണ്ട സിനിമ തന്നെയാണ്. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.